ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പാർക്കിലോട്ട് പോവാണ്. നക്ഷത്രയ്ക്ക് പാർക്കിൽ പോകാമെന്ന് പറയുന്നതിൽ പരം സന്തോഷം വേറൊന്നുമില്ല. നമ്മൾ എന്ത് കൊടുത്തെന്ന് പറഞ്ഞാലും ഇതിന് ഈക്വൽ ആവത്തില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ അണ്ണാൻ, എലി, അതുപോലെ തന്നെ കാക്ക, പ്രാവ്, കുറേ ഇങ്ങനെ കിളികളൊക്കെ ഇങ്ങനെ കണ്ട് അതിനോടൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടായിരുന്നു കക്ഷി അങ്ങോട്ടേക്ക് പോയിരുന്നത്. അപ്പോൾ അവിടെ പോയി ഇരുന്നാലും ഒരുപാട് ഇതുപോലെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. ഇപ്പോൾ സമയം 6:30 ആയിട്ടേ ഉള്ളേ. നമുക്കിപ്പം ചൂടൊക്കെ തുടങ്ങിയതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നേരം വെളുക്കും. അപ്പോൾ നമ്മൾ അവിടെ പോയിരുന്ന സമയത്ത് കുറച്ച് കുട്ടികൾ അവിടെ കരാട്ട പഠിക്കുന്നുണ്ടായിരുന്നേ. അപ്പം ഇന്നലെ വൈകുന്നേരം കുറച്ച് മഴയൊക്കെ പെയ്തത് കൊണ്ട് തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമുക്ക് അവിടെ പോയിരിക്കാൻ. ഒരു ഇളം സൺലൈറ്റും ഒക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പം അവിടെ ചെന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പ്ലാനുകളൊക്കെ പെട്ടെന്നൊന്ന് ചേഞ്ച് ആയത്. സജീഷേട്ടൻ പറഞ്ഞു, നക്ഷത്രയെ നമുക്ക് പ്രാവിനെ കാണിക്കാൻ പോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി ഒന്നുകിൽ പാർക്കിലൊക്കെ പോകണം. നമ്മളിതുപോലെ കുറേ പക്ഷിമൃഗാദികളെയൊക്കെ ഒരുമിച്ച് കാണണമെങ്കിൽ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി വണ്ടിയൊക്കെ എടുത്തിട്ട് പ്രാവുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെ കേട്ടോ. ഒരു 5 മിനിറ്റ് പോയാൽ മതി. നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയി. അവിടെ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഇങ്ങനെ പ്രാവിന് കൊടുക്കാനുള്ള ഫുഡ് വിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പം അയാളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ മേടിച്ച് പ്രാവിനൊക്കെ കൊടുത്തു. വരുന്ന വഴിക്കൊരു ജ്യൂസും കുടിച്ചിട്ട് പിന്നെ മദർ ഡയറിയിൽ നിന്ന് തൈരും അതുപോലെ തന്നെ ബ്രെഡും ഒക്കെ വാങ്ങി വീട്ടിലോട്ട് ഇങ്ങ് പോകുന്നേ.